ശ്രീ ആയൂർ ബിജു പറയുന്നുണ്ട് LDF തന്നെ മൂന്നാം വട്ടവും വരും, UDF വൻ പതനം തുടരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, BJPക്ക് കേരളത്തിൽ എന്ത് നേട്ടമുണ്ടാകും? അല്ല, BJP ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് നമുക്ക് അംഗീകരിക്കാം. സമ്പത്തിൻ്റെ വിളയാട്ടമുണ്ട്. അനവധിയായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ലക്ഷ്മി ദേവി അവരോടൊപ്പം നിൽക്കുകയാണ്, നിന്നുകൊടുത്തേക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ദേവിക്ക് പ്രശ്നമില്ല. മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. അറിയാം, നമ്മൾ ഈ കോർപ്പറേറ്റുകളൊക്കെയും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നതിൽ BJPക്ക് അത് പണ്ട് കോൺഗ്രസ് ഇരുന്നപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് BJPക്ക് അനുകൂലമായിട്ടാണ് ലക്ഷ്മി വിളയാട്ടം നടക്കുന്നു എന്നുള്ളത് ഭാഗം. അതിൻ്റെ ഭാഗമായി പ്രചരണം നടക്കുന്നു. പക്ഷെ ആ പ്രചരണം കൊണ്ടൊന്നും ജനഹൃദയങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യമാകില്ല. അതിന് ഒറ്റ വാക്ക് ഞാൻ പറയാം, രാഷ്ട്രീയപരമായ വളർച്ച കേരളത്തിൽ നേടുവാൻ BJPക്ക് ഇതേ നിമിഷം വരെ ആയിട്ടില്ല. അവരുടെ കുറച്ച് പ്രവർത്തകരുണ്ടാകാം, ഒരുപക്ഷെ പൈസ കൊടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കൊണ്ടുവരുന്ന 100 പ്രവർത്തകരുണ്ടാകാം. ആ 100 പ്രവർത്തകരുണ്ടെങ്കിൽ ആ 100 പ്രവർത്തകർ വീട്ടിൽ നിന്ന് 3 വോട്ട് വെച്ചാൽ അത് 300 ആകും. അതിൻ്റെ അപ്പുറത്തേക്ക് അത് 1000 ആകാൻ പറ്റില്ല. അവിടെയാണ് BJPയുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കണക്കനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഏതാണ്ട് 30 മണ്ഡലങ്ങൾ A ക്ലാസ്സാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മൾ കാണുന്നതാണ്. പൊരിഞ്ഞ പോരാട്ടമാണ് വട്ടിയൂർക്കാവിലും നേമത്തും കഴക്കൂട്ടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ നേമത്ത് അവർ നേരത്തെ വിജയിച്ച മണ്ഡലം എന്തേ തിരികെ പോയി? അതെല്ലാവർക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അല്ല, അതല്ല, BJP ആനുപാതികമായി അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല. അത് അവരുടെ പിടിപ്പുകേടാണ്. കാരണം കയ്യിൽ വന്നതിന് അവർക്ക് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പിടിപ്പുകേടുണ്ട് അവർക്ക്. അപ്പം ഇപ്പോഴും ഞാൻ പറഞ്ഞു, രാഷ്ട്രീയപരമായ വളർച്ച BJP നേടിയിട്ടില്ല. പിന്നെ ഈ പൈസയുടെ ഒരു ലക്ഷ്മി വിളയാട്ടം നടത്തുന്നു എന്നുള്ളതല്ലാതെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, എത്ര സ്ഥാനാർത്ഥിയുള്ളത്? ഒരു ശോഭാ സുരേന്ദ്രൻ, ഒരു സുരേന്ദ്രൻ, ഒരു 5 or 10 പേര് മാറി മാറി ആൾട്ടർനേറ്റീവായിട്ട് ഓരോ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുക. ഒരിക്കൽ വർക്കലയാണെങ്കിൽ ഒരിക്കൽ അരുവിക്കര അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് അല്ലെങ്കിൽ കോന്നി. ഈ 5 കാൻഡിഡേറ്റില്ലാതെ ആരാണ് BJP നേതാക്കന്മാരുള്ളത്? പുതുതായിട്ട് വന്നത് നമ്മുടെ നേമത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി, അദ്ദേഹം പാർലമെന്റിൽ പരാജയപ്പെട്ടു. അദ്ദേഹം എന്തായാലും ഈ വലിയൊരു സന്തോഷമുള്ളത് അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഈ ആയൂർ ബിജുവിൻ്റെ നേതാവ് മത്സരിക്കുന്ന പാലാ മണ്ഡലത്തിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ജാതി പറയല്ലോ കേട്ടോ, ആയൂർ ബിജുവിനെ ക്രൈസ്തവരാണ്. അതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ക്രൈസ്തവരൊക്കെ BJPയിലേക്ക് ചാഞ്ഞു തുടങ്ങിയിട്ടില്ലേ പാലയിൽ? അല്ല, പാലയിലെ ആൾക്കാരും പോയില്ല. ഗതി കിട്ടാതെ വന്ന ഒരു PC ജോർജും മകനും, ഇടതുപക്ഷത്തിനും വേണ്ട വലതുപക്ഷത്തിനും വേണ്ട, പിന്നെ വേറെ എന്താ, അദ്ദേഹം സ്വന്തം പാർട്ടി ഉണ്ടാക്കി, മാർഗമില്ല, രക്ഷപ്പെടത്തില്ല എന്നുണ്ടപ്പോൾ പിന്നെ സാബു ജേക്കബിൻ്റെ വോട്ട് 2020 സാബു ജേക്കബ് എന്താ പറ്റിയത്? ഒരു ഗതിയില്ല. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വന്ന് മത്സരിച്ചപ്പോൾ വോട്ടുകൾ പോയി, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിഴക്കമ്പലം പോലും പോയി. അപ്പം പിന്നെ എന്ത് ചെയ്യണം? ഒരാളിനെ ശക്തനായ ഒരുത്തൻ്റെ കൂടെ ചാരുക എന്നുള്ള രീതിയിൽ ഇവർ പോയെന്നുള്ളതല്ലാതെ ഞാൻ ചോദിക്കട്ടെ സാറേ, PC ജോർജ് ആ പൂഞ്ഞാർ മണ്ഡലത്തിൽ വിജയിക്കുമോ? താങ്കളുടെ ഒരു നിരീക്ഷണം പറ. പാലായിൽ ഷോൺ ജോർജ് എന്ന് പറയുന്ന PC ജോർജ് പറഞ്ഞ വാചകമുണ്ട്, ഞാനും മോനും കൂടെ ചരിത്രം തിരുത്തി കുറിച്ച്. ഈ മോൻ പണ്ട് KR ഗൗരിയമ്മ പറഞ്ഞൊരു മകനുണ്ട്, ആ മകനാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഷോൺ ജോർജ് എന്തായാലും വരത്തില്ല. അല്ല, PC ജോർജ് പിന്നെ 2016 നമുക്കറിയാം 26,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു മുന്നണിയുടെയും പിന്തുണയില്ലാതെ ജയിച്ചു വന്ന ആളാണ്. 21 മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടൊക്കെ അങ്ങ് മാറിക്കിട്ടി. പക്ഷേ എന്നാലും 40,000-ലധികം വോട്ട് കിട്ടി. ഇപ്പോൾ BJPയുടെ പിന്തുണയും കൂടെ ഉണ്ടല്ലോ. സാറേ, അത് ആ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. ആ അദ്ദേഹത്തോടൊപ്പം നിന്ന ഒരു സമൂഹത്തെ അദ്ദേഹം വിളിച്ച വിളികളും അദ്ദേഹം പറഞ്ഞ വാചകങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒന്ന് തിരഞ്ഞാൽ കിട്ടും. ആ ഒരാളും ഈ പറയുന്ന PC ജോർജിനെ അനുകൂലിക്കത്തില്ല. എങ്ങനെ അനുകൂലിക്കും? അദ്ദേഹം ഇപ്പം ജാതി വെറിയുടെ ഒരു വലിയ ഒരു പ്രതീകമായി നിൽക്കുകയാണ്. അത് ആ വാക്കേ പറയാം, ജാതി വെറിയുടെ ഏറ്റവും വലിയ ഒരു പ്രതീകമായിട്ട് PC ജോർജ് നിൽക്കുകയാണ്. അവരെ എങ്ങനെ നീലൊരു മര്യാദക്കാരനായിട്ട് നിന്നാൽ ആൾക്കാർ ഒരു മര്യാദക്കാരനാ എന്ന രീതിയിൽ അയാളെ ഉൾക്കൊള്ളും. ഒരു കാരണവശാലും ഈ പറയുന്ന പൂഞ്ഞാറിലെയോ പാലയിലെയോ ജനങ്ങൾ ഈ 2 പേർക്കും അനുകൂലമായിട്ട് അദ്ദേഹം നിഷ്പക്ഷനായിരുന്നത് കൊണ്ട് നേരത്തെ ആൾക്കാർ വോട്ട് ചെയ്തു എന്നുള്ളത് സ്വാഭാവികം. അത് ഇന്ന് ലഭ്യമാകില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിക്കട്ടെ, അവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയാണ്, കുളത്തുങ്കൽ.
അദ്ദേഹം ഒരു നല്ല MLA ആണ്. അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ആ മണ്ഡലത്തിൽ PC ജോർജ് ചെയ്തതിനേക്കാളും വികസന പ്രവർത്തനം നടത്താൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന് സാധ്യമായി. അവിടെ മറ്റു കാര്യങ്ങൾ ആലോചിക്കണം. കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി ഒരു പേര് പോലും സെബാസ്റ്റ്യൻ എന്നാക്കിയാ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് യഥാർത്ഥത്തിൽ മറ്റൊരു പേരിൽ അറിയപ്പെട്ടിരുന്ന അയാള്, അദ്ദേഹത്തിന്റെ പേര് ഇലക്ഷൻ വന്നപ്പോൾ ആ പേര് മാറ്റി സെബാസ്റ്റ്യൻ എന്നാക്കിയെങ്കിൽ ഈ സെബാസ്റ്റ്യൻ കുളത്തുങ്കലിന്റെ ഖ്യാതി, ആ പേരിന് കിട്ടിയ സ്വീകാര്യത, ആ വ്യക്തിക്ക് കിട്ടിയ സ്വീകാര്യത എത്രയോ വലുതാണെന്ന് ആലോചിക്കണം. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പാലായോ ഞങ്ങളുടെ ഇടുക്കിയോ അല്ലെങ്കിൽ ഞങ്ങൾ അതേപോലെ ഈ പറയുന്ന പൂഞ്ഞാറോ ഒന്നും കാഞ്ഞിരപ്പള്ളി ജയരാജ സാർ എന്ന് പറഞ്ഞാൽ എന്താണ്, നാരായണക്കുറുപ്പ് സാറിൻ്റെ മകനാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. ജനങ്ങളോട് ഇടപഴകി നിന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ്. സൗമ്യനായ ഒരു വ്യക്തി. അദ്ദേഹം നമ്മുടെ കഴിഞ്ഞ പോലെ ചീഫ് വിപ്പായിരുന്നു. അവരുടെയൊക്കെ പേരിൽ ഒരു അഴിമതി ആരോപണം, നമുക്കൊക്കെ നെഗറ്റീവ് വോട്ടം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ ഒരു ലൈംഗിക ആരോപണം. PCOനെ കുറിച്ചൊക്കെ ഉണ്ടായ ലൈംഗിക ആരോപണം പണ്ട് KR ഗൗരിയമ്മയുടെ കാലഘട്ടത്തിൽ ഉണ്ടായതാ. ഞാൻ ഒരു കാര്യം ചോദിക്കുക, കൃത്യമായി പറഞ്ഞാൽ കേരളത്തിൽ BJP എത്ര സീറ്റ്? ഒരു സീറ്റും കിട്ടത്തില്ല സാർ. ഞാൻ BJPക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള രാഷ്ട്രീയ വളർച്ച അവർ നേടിയിട്ടില്ല. ഏത് മണ്ഡലത്തിലാണ്? നിയമം തിരിച്ചു പിടിക്കത്തില്ല. നിയമം എങ്ങനെ തിരിച്ചു പിടിക്കുന്നു? നേമത്ത് സംഭവിച്ചത്, കഴിഞ്ഞ വർഷം നേമത്ത് സംഭവിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സീറ്റ് ഘടകകക്ഷിക്ക് കൊടുക്കുന്നു. ഒരു സുരേന്ദ്രൻപിള്ള, V സുരേന്ദ്രൻപിള്ളയ്ക്ക്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 10,000 വോട്ടാണ്. ആ 10,000 വോട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ട് ബാക്കി വോട്ടുകൾ ബാർട്ടർ സിസ്റ്റം പ്രകാരം ഒരു മാറ്റി ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം വിജയിച്ചത്. പകരം വോട്ടുകൾ അവരെവിടുന്നോ കളക്ട് ചെയ്തു. അപ്പൊ ഇപ്പൊ നിൽക്കുന്ന സ്ഥാനാർത്ഥി ഇപ്പൊ നിൽക്കുന്ന ശബരിനാഥാണ്. ഒരിക്കലും ഒരു കാരണവശാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശബരിനാഥനെ അത്തരത്തിൽ തൂക്കിക്കൊല്ലാൻ ഇടവരുത്തതില്ല. മിനിമം മര്യാദയ്ക്ക് മാന്യമായിട്ട് തോക്കാനുള്ള അവസരമെങ്കിലും കൊടുക്കും. ജയിക്കുമെന്ന് ഞാൻ പറയത്തില്ല. ശബരിനാഥ് അവർ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു, മുൻ MLA ആയിരുന്നു. G കാർത്തികേയന്റെ അസ്തിത്വമുള്ള അദ്ദേഹത്തിന്റെ മകനാണ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കലും സുരേന്ദ്രൻപിള്ളയുമായിട്ട് അവർ താരതമ്യം ചെയ്ത്, അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ വോട്ടുകൾ നേടിയാൽ അവിടെ ഈ പറയുന്ന നേമത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. അതാണ് ഒരു വിലയിരുത്തൽ. നേമത്തിന്റെ കാര്യം ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ നോക്കണം, പാലക്കാട് കളി വേറെ തരത്തിലാണ്. അല്ല, പാലക്കാട് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം വോട്ട് മാറി. എങ്ങനെ മാറുന്ന സാർ? അത് ഞാൻ അല്ലേ, അതിന് രാഷ്ട്രീയപരമായ വളർച്ച ഇല്ലാത്തൊരു മണ്ഡലത്തിൽ ഞാനൊരു മണ്ഡലത്തിൽ ചെന്ന് മത്സരിക്കുക, അവിടെ എൻ്റെ പാർട്ടി ഇല്ല. ആ പാർട്ടി ഇല്ലാത്തൊരു മണ്ഡലത്തിൽ ഞാൻ ജനായുട് വിജയം, ഞാൻ വലിയ സ്ഥാനാർത്ഥിയാണെന്ന് മത്സരിച്ച ആര് വോട്ട് ചെയ്യും? സിമ്പിൾ, അതേ ഉള്ളൂ. അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ ജയിക്കില്ല. സുരേന്ദ്രൻ നമ്മൾ ഇനിയും കാണുമല്ലോ കേരള പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചകളിൽ നമ്മളൊക്കെ BJP സംപൂജ്യരായിരിക്കും എന്നാണ് ഞാൻ പറയുന്നതല്ല. ആരാ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യും അല്ലെങ്കിൽ അവർ ഇത്ര സീറ്റ് കിട്ടുമെന്ന് പ്രവചിച്ച ഏത് ഏജൻസി ഉണ്ട്? അഡ്രസ്സുള്ള ഏത് ABC ലൈവ് അല്ലെങ്കിൽ ABC മലയാളം ഒരു ലൈവില് അല്ലെങ്കിൽ പറയുക ഇതേപോലെ BJPക്ക് ഇത്ര സീറ്റുകൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇത്ര സീറ്റ് കിട്ടും എന്നൊരു സർവേ പ്രഖ്യാപിക്കാൻ വിജയനാഥാനാവും? ആകില്ല. ഞാൻ താനോട് ചോദിക്കുക, മുഖാമുഖത്ത് ചോദിക്കുക, പറ്റില്ല. പിന്നെ പണ്ട് എങ്ങോ ഒരു തേങ്ങ വീണ് ഒരു മുയൽ ചത്തു എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും തേങ്ങ വീണ് ഏതെങ്കിലും മുയൽ ചത്താൽ അതിനപ്പുറത്തേക്ക് BJP ഇപ്പോൾ വരില്ല. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു മനസാക്ഷിയാണ്, മനസ്സാണ്. പിന്നെ അവർ പ്രചരണ രംഗത്ത് അവരിൽ നേരത്തെ പറഞ്ഞു സരസ്വതി വിളയാട്ടമുണ്ട്, പൈസയുണ്ട്, ആവശ്യത്തിലധികം പൈസയുണ്ട്. ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും അവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് എൻ്റെ ഓർമ്മ ഞാൻ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ 5 ലക്ഷം രൂപ വരെ മുടക്കിയിട്ടുണ്ട് സീറ്റ് പിടിക്കാൻ. വീടുകളിൽ കാശുകൾ കൊടുത്തു പോലും വോട്ട് പിടിച്ചു. തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുകളില്ല, എൻ്റെ തരാനുമില്ല. പക്ഷേ ആ രീതിയിൽ മത്സരിച്ചതുകൊണ്ടാണ് അവർ ചില തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ വിജയിച്ചു വന്നത്. അത് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും പിന്നെ ഒരു പക്ഷേ വിജയനാഥ് സാർ ചോദിക്കും തൃശ്ശൂർ അവർ ജയിച്ചില്ല. തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ 81,000 വോട്ട് പോയപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുണ്ടെന്ന് സാറ് ശ്രദ്ധിച്ചോ? അത് അദ്ദേഹത്തിനെതിരെ കേസ്, അദ്ദേഹം ജാതിയുടെയും മതത്തിന്റെയും പേരുപയോഗിച്ച് വോട്ട് പിടിച്ചു എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഹൈക്കോടതി സുപ്രീം കോടതിയിലെ കേസ് പോയി. ആ കേസ് ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം കൊടുത്ത കേസ് തള്ളി. കേസ് നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്.
ഒരു ബൈ ഇലക്ഷനോടെ പ്രഖ്യാപിക്കും മിക്കവാറും. സംഭവിച്ചുകൂടാകില്ല. BJP-ക്കാർ കേൾക്കണ്ട കേട്ടോ. അല്ല ഞാനല്ല, കോടതിയാ പറഞ്ഞത്. അല്ല, അതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സംപൂജ്യരായി തുടരും എന്നൊക്കെ സാറേ, സംപൂജ്യരായി തന്നെ തുടരും. അങ്ങനെയാണെങ്കിൽ ഞാൻ 5 കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞില്ലേ ഇവരുടെ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടുമെന്ന്. ആ സുരേന്ദ്രൻപിള്ള ഇന്നും കരഞ്ഞോണ്ട്, എൻ്റെ നാട്ടുകാരനാണ്, അഞ്ചക്കാരനാണ്, അയാൾ കരഞ്ഞോണ്ട് കിടക്കുക. 10,000 വോട്ടേ ഉള്ളൂ നേമത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് നോക്കടാത്തുണ്ടെന്ന്. ആ മെമ്പർഷിപ്പ് അപ്പാടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി കൊടുത്തു. ഒരു ബാർട്ടർ സിസ്റ്റത്തിൽ വോട്ടുകൾ മാറ്റിക്കൊടുത്തു. ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അത്ഭുതത്തോടെ കാണുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും BJP ഈ തെരഞ്ഞെടുപ്പിൽ, പക്ഷെ മറ്റു തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ സംപൂജ്യരായിരിക്കാം. പിന്നെ നേരത്തെ മുതൽ ഏതെങ്കിലും ഒരു തേങ്ങ വീണ് ഒരു മുയൽ ചത്താൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.